ഹലോ എവ്രിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗസ്റ്റാൾ സൈക്കോളജിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ നമ്മൾ മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ സ്ട്രക്ചറലിസത്തിനെ പറ്റിയിട്ട്, ഫങ്ഷണലിസത്തിനെ പറ്റിയിട്ട്, ബിഹേവിയറിസത്തിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗസ്റ്റാൾ സൈക്കോളജിയാണ്. അപ്പം നമ്മൾ അതിന്റെ ഓരോന്നിന്റെ ലിമിറ്റേഷൻസും ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടായി. ഓക്കെ, ഈ ഗസ്റ്റാൾ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന മേജർ സ്കൂൾസ് നിന്നും ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു സ്ട്രീമാണ്. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രക്ചറലിസത്തിലൊക്കെ എന്താ പഠിച്ചത്? അതിന് ഘടനയായിട്ട് ഓരോ ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ എലമെന്റ്സ് ആയിട്ടാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ ഗസ്റ്റാൾ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇതിലെ മേജർ ഫിഗേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹ്യൂമൻസിനും ഓരോ കാര്യങ്ങളെയും അതിലെ ഓരോ ഘടകങ്ങള് അല്ലെങ്കിൽ ഓരോ എലമെന്റ്സ് ആയിട്ട് കാണാതെ മൊത്തത്തിൽ, അതായത് ആസ് എ ഹോൾ പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ എന്നാണ് ഗസ്റ്റാൾ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചുകൂടെ പെർസെപ്ഷൻ, ഹ്യൂമൻ പെർസെപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ഹ്യൂമന്റെ ഫേസിൽ അതിൽ കണ്ണ്, മൂക്ക്, ചുണ്ട് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് പെർസീവ് ചെയ്യാതെ ഹ്യൂമൻസിന്റെ ടെൻഡൻസി എന്താ? അത് ഫേസ് എന്നുള്ള ഒരൊറ്റ എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ആസ് എ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള, പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ എന്നാണ് ഈ ഗസ്റ്റാൾ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ഒരുപാട് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കോൺസെപ്റ്റ്സുകൾ ഇതിൽ പഠിക്കാനുണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് കവർ ചെയ്യാം. ഓക്കെ, സോ ഗസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ അർത്ഥം ഫോം അല്ലെങ്കിൽ പാറ്റേൺ, കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആസ് എ ഹോൾ, ഇതൊക്കെയാണ് ഗസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ഗസ്റ്റാൾ സൈക്കോളജി emphasizes that psychological experiences should be understood as a ഓർഗനൈസ്ഡ് ഹോൾ റാദർ ദാൻ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എലമെന്റ്. അപ്പൊ ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയി കാണാതെ മൊത്തത്തില് ഒരു ഹോൾ ആയിട്ട് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ എന്നാണ് ഇതിൽ പറയുന്നത്. അതിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ ഈസ് ഡിഫറെന്റ് ഫ്രം സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അങ്ങനെയാണ് അതിന്റെ കോർ പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, ഇനി ഇതിലെ മേജർ സയന്റിസ്റ്റുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മാക്സ് വേർത്തൈമർ ഉണ്ട്, അതുപോലെ തന്നെ വോൾഫ്ഗാങ് കോക്ലർ ഉണ്ട്, ക്വേർട്ട് കൊഫ്ക ആൻഡ് ക്വേർട്ട് ലെവിൻ. അപ്പം ഇത്രയും സയന്റിസ്റ്റുകളാണ് ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇത്രയും ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ മേജർ ഫിഗേഴ്സ് ഈ ഒരു ഗസ്റ്റാൾ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ജർമ്മനിയിലാണ് ഗസ്റ്റാൾ സൈക്കോളജി ഉദ്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഏർലി 19 ആണ് ഇതിന്റെ ഒരു ടൈം ഓഫ് എവല്യൂഷൻ എന്ന് പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഏർലി 20th സെഞ്ചുറിയിലാണ്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിനും എലമെന്റിസത്തിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കോൺസെപ്റ്റ് വരുന്നത്. നമ്മൾ സ്ട്രക്ചറലിസത്തിൽ എന്താ പഠിക്കുന്നത്? ഓരോന്നിനെയും ഓരോ പാർട്ടായിട്ട് അതിന്റെ ബേസിക് എലമെന്റ്സ് ആയിട്ട് കാണാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഗസ്റ്റാൾ സൈക്കോളജിയിലെ മേജർ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊരു ആസ് എ ഹോൾ ആണ് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി ഹ്യൂമൻസിന് അല്ലെങ്കിൽ ഓർഗാനിസത്തിന് കൂടുതൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ മാക്സ് വേർത്തൈമർ കൊണ്ടുവന്ന 5 ഫിനോമിനൻ ഉണ്ട്. അതുപോലെ തന്നെ വോൾഫ്ഗാങ് കോഹ്ലർ കൊണ്ടുവന്ന ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ട്. ക്വേർട്ട് കൊഫ്ക ഇതുപോലെ ഈ ഗസ്റ്റാൾ തിയറീനെ നോർത്ത് അമേരിക്കയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ക്വേർട്ട് ലെവിന്റെ ഫീൽഡ് തിയറി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും സൈക്കോളജിസ്റ്റുകളാണ് ഈ കോൺസെപ്റ്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വാട്ട് എവർ ദ ഇൻഫർമേഷൻ, അതിപ്പോ വിഷ്വൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെ വിഷ്വൽ സ്റ്റിമുലൈസ് ആയിക്കോട്ടെ, ഓഡിറ്ററി സ്റ്റിമുലൈ ആയിക്കോട്ടെ, അപ്പൊ അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. റാദർ ദാൻ ഒരു ബേസിക് എലമെന്റ്സ് ആയിട്ട് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയേക്കാൾ കൂടുതൽ എന്നാണ് ഈ ഗസ്റ്റാൾ വ്യൂ ഓഫ് പെർസെപ്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിരവധി ലോസ് വരുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഓരോ ലോസും നമുക്കിതിൽ
പഠിക്കാം. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ദൃശ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ പ്രധാനപ്പെട്ട രൂപത്തിന് നമ്മൾ ഫിഗർ ആയിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിന് നമ്മൾ ഗ്രൗണ്ട് ആയിട്ടും സങ്കല്പിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇമേജ് നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നമുക്കൊരു മേജർ ഫിഗറും ഉണ്ടായിരിക്കും, അതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും പോവുക അതിന്റെ ഫിഗറിന്റെ മുകളിലേക്കായിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ആസ് എ വേസ്. ഇതിലെ ഈ റോയിൽ വരുന്ന നാലാമത്തെ എലമെന്റിനെ കാണുന്ന സമയത്ത് നമുക്കതൊരു ഫ്ലവർ വേസിന്റെ വേസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടാണ് നമുക്ക് ആ ഫിഗറിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. പക്ഷെ നമ്മൾ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് അല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ രണ്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്ന പോലെ രണ്ട് ആളുകളുടെ ഫേസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഹ്യൂമൻ ടെൻഡൻസി ഈസ് ടു പെർസ്യൂ എന്ത് ചെയ്യാനാണ്, അതിന്റെ ഫിഗറിനെയാണ് നമ്മൾ കുറച്ചുകൂടി പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി എന്നാണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിളില് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു എലമെന്റിന്റെ ഇതിന്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒരു മേശയുടെ മുകളിൽ ഒരു പുസ്തകം വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പുസ്തകം ഫിഗർ ആയിട്ടും അതുപോലെ തന്നെ മേശ അതിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയിട്ടും അസ്യൂം ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഒരൊറ്റ കാര്യത്തിന്റെ മുകളിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് അല്ലെങ്കിൽ ആ ആസ്പെക്ട്സ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അത്രയും വിസിബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഫിഗറിൽ നിന്ന് വരുന്ന സ്റ്റിമുലയുടെ മുകളിൽ മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക, അതിന്റെ ഷേപ്പിന്റെ മുകളിലോ അതൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഓർമ്മിക്കാനുള്ള ടെൻഡൻസീസും ഉണ്ടാവുക. ഓക്കെ. സോ നമുക്കിനി രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് പ്രോക്സിമിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഈ പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇമേജിന്റെ പ്രോക്സിമിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6 കോളംസ് അല്ലെങ്കിൽ 6 റോസിൽ വരുന്ന ഡോട്ട്സിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ടും ബാക്കി ഇവിടെ വരുന്ന ഈ രണ്ട് റോ ആയിട്ട് കോളംസ് ആയിട്ട് വരുന്ന ഈ എലമെന്റ്സിനെ അല്ലെങ്കിൽ ഡോട്ട്സിനെ റൗണ്ട്സിനെ ഒരു ഗ്രൂപ്പായിട്ടും കാണാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പൊ ഈ പ്രോക്സിമിറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ നിയർ ബൈ ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നിയർ ബൈ ഐറ്റംസിനെ ഒന്നായിട്ട് പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും എന്നാണ് ഈ ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ദ ലോ ഓഫ് പ്രോക്സിമിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് in order to perceive stimuli meaningful, stimuli which are closer to each other are perceived by us belongs to one group. അപ്പൊ നമ്മൾ ഒരേ പോലെയുള്ള അല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന എലിമെന്റ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റിമുലേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ. സോ നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് വരുവാണെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ആണ്. സിമിലാരിറ്റി പ്രിൻസിപ്പിൾ ആണ് അടുത്ത് വരുന്നത്. അപ്പൊ സിമിലാരിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഒബ്ജക്ട് ഷെയറിംഗ് സിമിലർ വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് പെർസ്യൂവഡ് ആസ് എ യൂണിറ്റ്. അപ്പൊ ഒരുപോലെയുള്ള വിഷ്വൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഒരുപോലെയുള്ള വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഐറ്റംസ് ഒരുപോലെ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ആ സിമിലാരിറ്റിയുടെ പ്രിൻസിപ്പിൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പൊ ഇതിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു വിൽ സേ, അതില് ബ്ലാക്ക് കളറുള്ള സർക്കിൾസും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് ഉള്ള സർക്കിൾസും ഉണ്ട്. ഓക്കെ. അപ്പം അൺനോയിങ്ങിലി നമ്മൾ എന്താണ് അതിനെ ഗ്രൂപ്പ് ചെയ്യാണ് അവിടെ. ഓക്കെ. അപ്പൊ ആ ഗ്രൂപ്പിംഗിൽ എന്താ ചെയ്യുന്നത്, സിമിലർ ഐറ്റംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഐറ്റംസിനെ ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് stimuli that is similar to each other are grouped together. ഓക്കെ. അപ്പം ഒരുപോലെ ഉള്ള സ്റ്റിമുലിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നുള്ളതാണ്. അതിലാണ് സിമിലാരിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് എ ക്ലോഷർ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ക്ലോഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ
The mind is automatically fill in missing gaps to pursue complete figure. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് വേർഡ്സ് ആയാലും അതുപോലെ തന്നെ ഒരു ഫിഗർ ആയാലും അതിൽ ഗ്യാപ്സ് ഫിൽ ചെയ്യാനുള്ള മൈൻഡിന് അങ്ങനെയുള്ള ഒരു പെർസ്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇപ്പം മൈൻഡ് എന്നുള്ളൊരു വേർഡ്, ഓക്കെ, അപ്പൊ ഞാൻ അതിന് നിങ്ങൾക്ക് MNID തരുവാണെങ്കിൽ നമുക്കത് മൈൻഡ് എന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ. സോ അതുപോലെ തന്നെ ഇമേജസിന്റെ കേസിലും ഈ ക്ലോഷർ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു രൂപം പൂർണ്ണ അല്ലെങ്കിലും നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് മിസ്സിംഗ് പാർട്സിനെ മെന്റലി ഫീൽ ചെയ്തിട്ട് അതൊരു പൂർണ്ണ രൂപമായിട്ട് കാണാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇമേജ്, സെക്കൻഡ് ഇമേജ് നിങ്ങൾക്ക് കാണിക്കുന്ന സമയത്ത് വിൽ ഫീൽ ദാറ്റ് ടു മേക്ക് ദിസ് എസ് എ സർക്കിൾ, ഇതൊരു സർക്കിൾ ആയിട്ട് കാണാൻ. ആൻഡ് ദ സെക്കൻഡ് വൺ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ചതുരം, ദീർഘചതുരമായിട്ട് കാണാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങൾക്കല്ല, ഹ്യൂമൻസിന്, നമുക്ക് എല്ലാവർക്കും കൂടുതലായിരിക്കും. അതിനാണ് ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ഈ ഒരു ഇതില് തേർഡ് റോയില് ഫസ്റ്റ് എലമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇമേജ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ക്യൂബ് വെച്ച പോലെ കാണുന്നില്ലേ. ഓക്കെ, ബാക്കിയുള്ളത് ഓരോ സർക്കിൾ ആയിട്ട് നമുക്ക് പെർസ്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ക്ലോഷർ പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ, ദ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഫിൽ ദ മിസ്സിംഗ് ഗ്യാപ്സ് ടു പെർസ്യൂ കംപ്ലീറ്റ് ഫിഗർ. ഒരു കംപ്ലീറ്റ് ഫിഗറിന് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മസ്തിഷ്കം ബ്രെയിൻ റിമൈനിങ് ഏരിയാസ് ആ ഗ്യാപ്സ് എല്ലാം ഫിൽ ചെയ്യും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എനിക്കാണെങ്കിൽ സ്മൂത്ത് കണ്ടിന്യൂസ് ലൈൻ ആൻഡ് പാറ്റേൺസ് ആർ പ്രിഫേർഡ് ഓവർ ജാഗഡ് വൺസ്. ഓക്കെ, അപ്പൊ ഈ കണ്ടിന്യൂറ്റിയിൽ പറയുന്നത് വെച്ചാൽ യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഒരുപാട് തുടർച്ചയായി പോകുന്ന വരകളെ അല്ലെങ്കിൽ പാറ്റേണുകളെ വേർതിരിച്ച് കാണാതെ ഒരേ ഒരു രൂപമായിട്ട് കാണാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ 2 ലൈനിൽ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. സോ ഇതിനെ ഒരു കണ്ടിന്യൂസ് ഫോം ആയിട്ടും ഇതിനെ വേറൊരു കണ്ടിന്യൂസ് ഫോം ആയിട്ടും കാണാനുള്ള ടെൻഡൻസി, ആ പാറ്റേൺ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിനെയാണ് കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് common fate principle ആണ്. The elements that are moving together in the same direction are perceived as a group. Okay, perceived and grouped together. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ട്രാഫിക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരേ ഡയറക്ഷനിൽ പോകുന്ന വെഹിക്കിൾസിന് അല്ലെങ്കിൽ യാത്രക്കാരെ ഒന്നായിട്ട് പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ആകാശത്ത് ബേർഡ്സ് പറന്നു പോകുന്ന സമയത്ത് ആ ബേർഡ്സിന്റെ ഒരു ഫ്ലോക്കിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഒന്നായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് കോമൺ ഫീറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 6 പ്രിൻസിപ്പിളും ഒന്ന് നോക്കിക്കോളാം. അത് കൂടാതെ ഈ ലോ ഓഫ് സിംപ്ലിസിറ്റിയിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ റിയാലിറ്റി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ബെസ്റ്റ് ഓർഗനൈസ്ഡ് ഫോംസ് പോസിബിൾ. ഓക്കെ, ഒരു മനുഷ്യന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എലമെന്റ് അല്ലെങ്കിൽ ഒരു രൂപം ഫോം ചെയ്യാനാണ് അല്ലെങ്കിൽ അങ്ങനെ പെർസ്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി പറയുന്നത്. സിമ്പിൾ ഏതൊരു ഒരു എലമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിക്കോട്ടെ അതിനെ സിംപ്ലസ്റ്റും സ്റ്റേബിളും ആയിട്ടുള്ള രൂപത്തിൽ പെർസ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ബൈ ലോ ഓഫ്, അപ്പൊ അതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി പറയുന്നത്. ഓക്കെ, പിന്നെ വേർത്തിമറിന്റെ 5 ഫിനോമിനൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ 2 ലൈറ്റ് ഉണ്ട്, ലൈറ്റ് 1 ആൻഡ് ലൈറ്റ് 2. അപ്പൊ അതിങ്ങനെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അതൊരു അത് രണ്ടും മൂവ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് 5 ഫിനോമിനലിൽ വരുന്നത്. അത് മാക്സ് വേർത്തൈമർ 1912 പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് കൂടാതെ നിങ്ങൾക്ക് അറിയണ്ടാവും 1912 അതുപോലെ 1913 ബിഹേവിയറിസം പ്രപ്പോസ് ചെയ്തെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 5 ഫിനോമിനൻ വന്നത് 1912 ഓക്കെ, അപ്പൊ 5 ഫിനോമിനൻ ഈസ് കണക്റ്റഡ് ടു ദ അപ്പാരന്റ് മോഷൻ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോഹ്ലറുടെ ചിമ്പാൻസിയുടെ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള
ഇൻസൈറ്റ് ലേണിങ്ങിനെ പറ്റിയിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ 1945 ഈ കോഹ്ലർ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കുന്നത്. അപ്പൊ കോഹ്ലർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ സൾട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിമ്പാൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒരു റൂമിൽ ഒരു കേജിൽ ബന്ധിച്ചു വെച്ചു, ക്ലോസ് ആക്കി വെച്ചു. അപ്പൊ അതിന്റെ ഒരു ഹൈറ്റിനേക്കാളും കൂടുതൽ ഉയരത്തില് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബനാനാസിന്റെ ഒരു ബഞ്ചും വെച്ചു. ഓക്കെ, എന്നിട്ട് ആ റൂമിൽ കുറച്ച് ബോക്സസ് അതുപോലെ തന്നെ 2 സ്റ്റിക്ക് വെച്ചു. ഓക്കെ, അപ്പം ഈ ചിമ്പാൻസി ഫസ്റ്റ് എന്താ ട്രൈ ചെയ്യുക, അത് ഓണായിട്ട് ആ ബനാന എടുക്കാൻ നോക്കി, അത് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് അത് 2 ബോക്സ് വെച്ച് നോക്കി, അപ്പോഴും കിട്ടുന്നില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ബോക്സ് 2 വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 സ്റ്റിക്കും വെച്ചിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഹി ഗോട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ചിമ്പാൻസിനെ വെച്ചിട്ട്, സൾട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിമ്പാൻസിനെ വെച്ചിട്ട് 1945 കോഹ്ലർ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണത്. അതിലൂടെ വന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻസൈറ്റ് ലേണിംഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അതിനെ പല പല സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഇൻക്യുബേറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു കോർ ഇൻസൈറ്റ് കിട്ടും. അത് നമ്മൾ അതിൽ ഇലുമിനേഷൻ, അഹാ മൊമെന്റ്സ് ഒക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ വെരിഫിക്കേഷൻ, ഇത്രയും സ്റ്റേജസ് ആ ഇൻസൈറ്റ് ലേണിംഗിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിന്റെ മൈൻഡിൽ വെച്ചൊരു ഇൻക്യുബേഷൻ ചെയ്യും. ആ ഐഡിയാസിനെ, പല പല ഐഡിയാസിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, പ്രശ്നത്തിലെ കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ അതിന് അഹാ മൊമെന്റ് അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടാവും, ഇലുമിനേഷൻ സ്റ്റേജ്. അപ്പൊ ഒരു പെട്ടെന്ന് അതിന്റെ ഒരു സൊല്യൂഷൻ മനസ്സിലാകും. പിന്നെ അതിന്റെ മനസ്സിലായത് ഓക്കെ ആണോ അല്ലേ എന്നുള്ള ഒരു വെരിഫിക്കേഷൻ, പിന്നെ ആ ലേണിംഗ് അവിടെ റിട്ടൈൻ ചെയ്യും. ഓക്കെ, ഇത്രയും സ്റ്റേജസ് ആണ് അതിൽ വരുന്നത്, ഇൻസൈറ്റ് ലേണിംഗിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഗസ്റ്റാൾട്ടിന്റെ കോൺട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിനെ പറ്റി പഠിക്കും. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ പഠിക്കും. അതുപോലെ തന്നെ മെക്കാനിസംസ്, ഈഗോഡിനിയൽ മെക്കാനിസംസ് ഉണ്ട്, മെക്കാനിസംസും പിന്നെ സ്റ്റേജസും, സൈക്കോ അനലിറ്റിക് സ്റ്റേജസും, അത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവര്, ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ജോയിൻ ഇൻ ദാറ്റ്. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സസും കിട്ടും. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQയുടെ ക്വസ്റ്റ്യൻസും MCQവും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.